UDFന് ഡബിൾ, BJPക്ക് ട്രബിൾ. LDFന് പിണറായി 3 ചർച്ചയിലേക്കുള്ള ചുവടുവെപ്പ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പ്രധാന സൂചനകൾ. പാലക്കാട് പിടിക്കാൻ ഇത്തവണയും BJPക്ക് കഴിയാതെ പോയതെന്തുകൊണ്ട്? ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തെളിയിക്കാൻ ചേലക്കര ഫലം പോരെ? പാലക്കാട് നിലനിർത്താൻ കഴിഞ്ഞത് ഭരണവിരുദ്ധത കൂടി പ്രതിഫലിക്കുന്നതെന്ന UDFന്റെ അവകാശവാദം നിലനിൽക്കുന്നതാണോ? പാലക്കാട്ടെ തോൽവിക്കിടയിലും ചേലക്കരയിൽ വോട്ട് വിഹിതം കൂടിയത് BJPക്ക് ആശ്വാസമോ? 18,840 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. 12,201 വോട്ടുകൾക്ക് UR പ്രദീപും 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് പ്രിയങ്കയും ജയിച്ചു. പാലക്കാട് ഫലം നൽകുന്നത് BJPക്ക് കാലിടറുന്നതിൻ്റെ സൂചനയാണോ? എന്താണ് പാലക്കാട് BJPക്ക് സംഭവിച്ചത്? ഭരണവിരുദ്ധത ഉണ്ടെന്ന് വീണ്ടും എന്തുകൊണ്ട് UDF ഇപ്പോഴും ആരോപിച്ചുകൊണ്ടേ ഇരിക്കുന്നു? ഇത്തരം നിരവധി വിഷയങ്ങളാണ് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഉയർന്നു വരുന്നത്. നിരവധി പ്രതികരണങ്ങൾ ഇതേക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. പാലക്കാട് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ ഏറെ വിമർശനങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലും VD സതീശൻ ഏൽക്കേണ്ടി വരുമായിരുന്നു. VD സതീശൻ്റെ ഒരു പ്രതികരണം ആദ്യം കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത്, വേറെ ആരെയും കാണാറില്ല. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാ മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. ഭരണവിരുദ്ധത ഉണ്ട് എന്ന് UDF പറയുമ്പോൾ ഇല്ല എന്ന് LDF പറയുകയാണ്. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയും ഇക്കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. പാലക്കാട് ഞങ്ങൾ 3-ാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട്. ഡോക്ടർ P. സരീൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോഴും എല്ലാവർക്കും ബോധ്യം. 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം, രാഷ്ട്രീയ സമരം തന്നെ പാലക്കാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുതിത്തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് UDF അവിടെ ജയിച്ചത്. ഈ ഫലപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് ആദ്യം അവിടെ പ്രകടനം നടത്തിയത് SDP ആണ്. മുസ്ലിം വർഗീയ ശക്തികൾ അവരെ കൂടി ഐക്യമുന്നണിയുടെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ കൊട്ടിഘോഷിക്കുന്ന ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുമ്പന്തിയിൽ നിന്നത് ലീഗിൻ്റെ ഒപ്പം SDP-യും ജമാഅത്ത് ഇസ്ലാമുമാണ്. ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത്. പാലക്കാട് തോൽവിക്കിടയിലും ചേലക്കരയിൽ വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞത് BJPക്ക് താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ പാലക്കാട് തോൽവിക്ക് BJP കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഇന്ന് K. സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, SDPI PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത്. ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷേ CPM-ന്റെ ഓഫീസിലേക്ക് പോയിരിക്കും. PFI-നെ ഉപയോഗിച്ചാണ് VD സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷെ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ഇതാണ് K. സുരേന്ദ്രന്റെ വാക്കുകൾ. എന്തായാലും പാലക്കാട് തോൽവി അത് BJP രാഷ്ട്രീയത്തിലും ഏറെ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വിമർശനങ്ങൾ സ്വാഭാവികമായും K. സുരേന്ദ്രന് നേരെ ഉയർന്നു വരും എന്ന കാര്യത്തിലും സംശയമില്ല. അത് വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവർ ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ് കൂടി അല്പസമയത്തിനകം ചേരും. ഒപ്പം ഡോക്ടർ G. ഗോപകുമാറും ഉണ്ടാവും. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഭരണവിരുദ്ധ വികാരം ഇല്ല, ഇക്കാര്യം അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പക്ഷേ UDF അത് സമ്മതിച്ചു തരുന്നതേ ഇല്ല. അതിന് കാരണമുണ്ട്. ചേലക്കരയിൽ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട് LDF-ന്. പാലക്കാടാണെങ്കിൽ കനത്ത തോൽവി, ഇത്തവണയും 3-ാം സ്ഥാനത്തേക്ക് പോയി. ഭരണവിരുദ്ധ വികാരം
ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംഭവിക്കാൻ പോകുന്നത്. മഞ്ജുഷ, ഇതില് ഒന്നാമതായി സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തല ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട ഒരു കാര്യമായിരുന്നില്ല. പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിലും അതുപോലെ ചേലക്കരയിലും 2 സിറ്റിംഗ് സീറ്റുകൾ UDF അതുപോലെ തന്നെ LDF നിലനിർത്തി എന്നുള്ളതൊഴികെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എങ്കിൽ ചേലക്കരയാണ് രാഷ്ട്രീയപരമായി ഏറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർത്തുന്ന വിമർശനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ഒരു ഇടതു കോട്ട എന്നുള്ളതിനുപരി ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി 2024 ഉപതെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും 12,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് പ്രദീപിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ചേലക്കരയിൽ ആ ജയം മതിയായിരുന്നോ? അഡ്വക്കേറ്റ് BN ഖസ്കർ കുറച്ചുകൂടി അത് സത്യസന്ധമായി വിലയിരുത്തി കഴിഞ്ഞാൽ, ഞാൻ കെ രാധാകൃഷ്ണൻ നേടിയ വോട്ടുകൾ നേടണമെന്ന് പറയുന്നില്ല, അത് 39,000 വോട്ടുകളുടെ ലീഡും 83,000 വോട്ടുകളും ഒക്കെ ആയിരുന്നു. അത്രയും ആയില്ല എങ്കിൽ പോലും 12,201 വോട്ടുകൾക്ക് വിജയം എന്ന് പറയുന്നത് ജയം കുറച്ച് കാണുന്നതല്ല, പക്ഷെ അത് കിതച്ച് നേടിയ ഒരു വിജയമേ ആകുന്നുള്ളൂ. അതാണ് അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നത്. അല്ല, അവിടെ പെർസെന്റേജ് വോട്ടിങ്ങിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സഖാവ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധ്യത സഖാവ് UR പ്രദീപിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ലഭിക്കും എന്ന് കരുതുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടുകൂടിയും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വോട്ടുകളുടെ കുറവ് വന്നിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോൾ കരുതാനാവില്ല. കാരണം എല്ലാ തരത്തിലുമുള്ള ഇടതുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ചേലക്കര ഒരു ഏറ്റവും പരമപ്രധാനമായി ചേലക്കര തിരിച്ചു പിടിക്കുക എന്നുള്ള UDFന്റെ തന്ത്രം അപ്പാടെ പാളി എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അതുപോലെ തന്നെ UDFന്റെ പ്രബലരായിട്ടുള്ള മുഴുവൻ നേതാക്കളും ക്യാമ്പടിച്ച് പ്രവർത്തിച്ച ഒരു മേഖല ചേലക്കരയായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് അത്രത്തോളം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചേലക്കരയിൽ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ടും ഇടതുകോട്ട തിരിച്ചുപിടിക്കുന്നതിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായില്ല. എന്നാൽ പാലക്കാടിന്റെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പാലക്കാട് SDPIക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും നിർണായക സ്വാധീനമുള്ള നഗര കേന്ദ്രീകൃത മേഖല കൂടിയാണ്. 35,000-ഓളം വരുന്ന മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ഏറ്റവും കേന്ദ്രീകൃതമായി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ നഗരസഭയിൽ SDPIക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും ഉള്ള വോട്ട് ഷെയറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുമ്പോഴും അവിടെ അല്ലല്ല, പാലക്കാട് BJPയെ കൈവിട്ടവർ എന്തുകൊണ്ട് UDFനെ തെരഞ്ഞെടുത്തു എന്ന കാര്യവും ഉണ്ടല്ലോ. അത് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് LDFനെ തെരഞ്ഞെടുത്തില്ല എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ SDPIയുടെ തലയിൽ വെച്ച് കെട്ടിയാൽ പോലും ഇത് LDFന് വോട്ട് ചെയ്യാവുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ട്. അവർ പക്ഷേ UDFനെയാണ് സെലക്ട് ചെയ്തത്. അല്ല, നിശ്ചയമായി അതുണ്ട്. പക്ഷേ ഒരു മഴവിൽ സഖ്യം എന്ന നിലയിലാണ് UDF പാലക്കാട് മത്സരിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ട് ഷെയറുകൾ കുറയുന്നതിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് BJPക്കുള്ളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വോട്ടിംഗ് പാറ്റേണിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി UDFനെ തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിരുന്ന മൂത്താന്മാരുടെ സമുദായം, അവർ ഉദ്ദേശം ഒരു 10,000 ശിവരാജൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചു കണ്ടിട്ടുണ്ട്. അവിടുത്തെ പ്രബല BJPയുടെ നേതാവാണ് അദ്ദേഹം. മൂത്താൻ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വരാറുള്ളത്. അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളിൽ മൂത്താന്മാർ ഇപ്രാവശ്യം BJPയെ കൈവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. അതാണ് നഗര കേന്ദ്രീകൃത മേഖലകളിൽ അത് വലിയ തോതിൽ BJPയെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നേറാൻ കഴിയുമായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അടയ്ക്കുന്ന തരത്തിലായിരുന്നു. കാരണം SDPയെ നിങ്ങൾ അങ്ങനെ നിഷ്കാസിതമായി കാണാൻ കഴിയില്ല. കാര്യം SDPയെ സംബന്ധിച്ചിടത്തോളം 8,000-ഓളം വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം SDAക്ക് പാലക്കാട്
പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല SDP വോട്ടുകൾ വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF നേതാക്കളുമായി പിന്തുണയുടെ കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് SDPIയും പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എന്തായാലും SDPIയുടെ പിന്തുണ അത് UDFനെ സഹായിച്ചിട്ടുണ്ട്. അത് വേണമായിരുന്നോ എന്ന ചോദ്യമുണ്ട്. ഈ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നതായിപ്പോയോ എന്നും. ശ്രീജിത്ത് പണിക്കർ, ഈ 3 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിൽ വയനാട് എന്തായാലും പ്രതീക്ഷ തന്നെയാണ്. 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയതോടുകൂടി അത് UDFന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ പാലക്കാട് UDFന്റെ വിജയം അത് ശരിക്കും UDF പോലും ഇത്രമാത്രം വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തുറന്ന് പരസ്യമായിട്ട് പറഞ്ഞത് 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെയാണെങ്കിലും അവിടെ BJP ജയിച്ചു വരുമോ എന്നുള്ള ഒരു ആശങ്ക UDFന് ഉണ്ടായിരുന്നു. LDFനാണെങ്കിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ സരിൻ മാത്രം അത് ജയമാണ് ഉണ്ടാവുക എന്ന് പറയുകയും അവിടെ BJPക്ക് ഏറെ വോട്ടുകൾ കുറയും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ BJPക്ക് വോട്ടുകൾ കുറഞ്ഞു, പക്ഷേ LDFന്റെ വോട്ടുകൾ കൂടിയില്ല. ചേലക്കരയിലെ വിജയം സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധതയില്ല എന്ന കാര്യം പറയുവാൻ LDFനെ പ്രേരിപ്പിക്കും, അങ്ങനെയേ പറയുകയും ഉള്ളൂ. താങ്കൾ ഈ 3 തെരഞ്ഞെടുപ്പുകളെയും എങ്ങനെ കാണുന്നു, പ്രത്യേകിച്ച് പാലക്കാടും അതുപോലെ ചേലക്കരയും? വയനാട് എനിക്ക് തോന്നുന്നത് ആ റിസൾട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉയർന്ന വിജയം തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കപ്പെട്ടത്. പോളിംഗ് ശതമാനം അല്പം കുറവാണ് എങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആൾക്കാരെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തുകയും 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ കിട്ടുകയും ചെയ്തു. അതിൽ മറിച്ച് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. 3 ലക്ഷത്തിലൊക്കെ താഴെയായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ മാത്രം അവിടെ മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ തീരെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് തന്നെ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ഞാൻ കരുതുന്നത് 3 മുന്നണികളും അതിൽ തൃപ്തരാണ് എന്നാണ്. അതിൽ ജയിച്ച ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള സന്തോഷമുണ്ടാകുമെങ്കിലും 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിൽ തൃപ്തരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 40,000-നടുത്ത് ഭൂരിപക്ഷം CPMന് ഉണ്ടായിരുന്നുവെങ്കിലും അത് ഒരുപക്ഷെ ശ്രീ K രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രം കിട്ടുന്നതായിരിക്കാം. മുൻപ് അത്ര അടുത്ത ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടർ അവിടെ നിന്ന് മാറ്റിവെച്ചാൽ പോലും ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിലത്തേക്ക് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 10,000-ന് മുകളിൽ എന്തായാലും ഉണ്ടാകും എന്ന രീതിയിലത്തേക്ക് ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയടക്കം പ്രകടിപ്പിച്ചിരുന്നു. അത് കിട്ടുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5%-ലധികം വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല 40,000-ഓളം ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരുന്നിടത്ത് നിന്ന് ആ വ്യത്യാസം എന്ന് പറയുന്നത് 12,000-ആയിട്ട് കുറയ്ക്കുകയും 28,000 വോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുകയും ചെയ്തു എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും. തന്നെയുമല്ല 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സ്ഥലത്ത് കേവലം 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് അവരുടെ ആ ഭൂരിപക്ഷം മൊത്തത്തിൽ താഴുമ്പോൾ അതിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ച അത് ആരംഭിക്കുന്നതിന് കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അവരും ഏതാണ്ട് 10,000-ൽ പരം വോട്ടുകൾ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 6% വോട്ട് അവരുടെ ഭാഗത്തു നിന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ BJPയുടെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത് ഈ 3 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചേലക്കരയിലേതാകും. പരാജയമാണ് എങ്കിൽ പോലും 30,000-ന് മുകളിൽ വോട്ട് അവിടെ പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലോക്കലായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഇതൊക്കെ തന്നെ BJPക്ക് ഒരുപക്ഷെ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഞാൻ കരുതുന്നത് ചേലക്കരയിലെ 3 സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും തൃപ്തരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാടുണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നതിനെപ്പറ്റി ഒരുപക്ഷെ BJP ആണ് മനസ്സിലാക്കാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം BJP തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും അവർ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ C കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പരാജയത്തിന് കാരണമായതെന്നാണ് ഞാൻ കരുതുന്നത്. ആ 2 കാരണങ്ങളും സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടതാണ്. സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് BJP അനുഭാവ വോട്ടുകളിൽ പ്രതിഫലിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോവുകയും പിന്നീട് പാണക്കാട് തങ്ങളെയും ജിഫ്രി തങ്ങളെയും ഒക്കെ തന്നെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വോട്ടർമാരിൽ നൽകുന്ന മതനിരപേക്ഷതയുടെ ബന്ധപ്പെട്ട ഒരു സന്ദേശം എങ്ങനെയാണ്, അത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CPM നൽകിയിരുന്ന പത്രപരസ്യം അവർക്ക് ഗുണകരമായോ അതോ അത് അവർക്കെതിരായോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ ഈ 2 കാര്യത്തിലും സന്ദീപ് വാര്യറിന് ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാം. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്ന സമയത്ത് BJPയുടെ അധ്യക്ഷനടക്കം ഇവിടെ പറഞ്ഞിരുന്നത് അദ്ദേഹം അപ്രസക്തനാണ് എന്നാണ്.
അദ്ദേഹം പോയാൽ ഇവിടെ വരെ പോകും എന്നും നിങ്ങൾ 4 ദിവസത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങൾ ഒരു ശ്രദ്ധ നൽകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോലും അദ്ദേഹം പുറത്തു പോയത് തങ്ങൾക്ക് ഗുണമായി മാറുമെന്ന രീതിയിലത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവിടെയുള്ള BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാറാണ്. കണ്ണിലൊരു കരടുണ്ടായിരുന്നു, ആ കരടങ്ങ് പോയി എന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ എന്നും അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കില്ല എന്നുമാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞത് തന്നെ അവിടെ വോട്ട് ഭിന്നിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുകയും അതിലൊരു വിഭാഗം വോട്ട് CPMലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം പോലും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇപ്പോൾ ഈ ഫലം നമ്മളോട് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണയും അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വന്നതല്ലേ ശ്രീ പണിക്കർ? അല്ലാതെ അത്തരം ഒരു ഘടകം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകുമോ? കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കൂടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5000-നടുത്ത് വോട്ടുകളാണ് UDFന് കൂടിയിട്ടുള്ളത്. LDFനാകട്ടെ 850 വോട്ടുകളുടെ വർധനവും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കണ്ണാടി പോലെയുള്ള പഞ്ചായത്തുകളിൽ അവിടെ LDFന് വലിയ ദോഷം സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഈ സന്ദീപ് വാര്യർ ഫാക്ടറൊക്കെ അങ്ങനെ അത്ര കണ്ട് UDFനെ സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതാനാവുമോ? കഴിഞ്ഞ തവണത്തെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ പോവുകയായിരുന്നുവല്ലോ നഗരസഭ ഒഴിച്ച്. അല്ല, ഞാൻ പറഞ്ഞത് എണ്ണത്തിൽ നോക്കിയതുകൊണ്ട് കാര്യമില്ല, അത് ശതമാന കണക്കിലേക്ക് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP സ്ഥാനാർത്ഥിയുടെ എക്സ്പെക്ടേഷനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞത് അതിലൊരു വിഭാഗം വോട്ട് LDFലേക്ക് പോകുമെന്നാണ്. അതിന് ഒരുപക്ഷെ അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് LDF നടത്തിയിരുന്ന പത്രപരസ്യമാണ്. സിറാജിലും അതേപോലെ സുപ്രഭാതത്തിലും വന്നിരുന്ന പത്രപരസ്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ആ സന്ദീപ് വാര്യർ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നതിനും അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നതിനും കാരണമാകും എന്നാണ്. അപ്പോൾ നേരത്തെ സന്ദീപ് വാര്യർ പിന്നെ കോൺഗ്രസിലേക്ക് പോകാതിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ച് കോൺഗ്രസിന്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഭിന്നിക്കും എന്നാണ് BJP പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഭിന്നിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ സന്ദീപ് വാര്യർ അവിടേക്ക് പോയിരിക്കുന്നതിനെ അവർ സ്വാഗതം ചെയ്തു എന്നാണ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സന്ദീപ് വാര്യർ അവിടെ ചെല്ലുമ്പോൾ ഒരാശങ്ക ഉണ്ടാവുകയും ആ ആശങ്ക കൊണ്ട് കുറേ വോട്ട് സരിന് പോൾ ചെയ്യുകയും ചെയ്യും എന്നാണ് BJP പറഞ്ഞിരുന്നത്. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് വന്നാൽ അതിലൊരു സന്ദീപ് വാര്യർ ഫാക്ടർ അവിടെ BJPക്ക് കോൺഗ്രസിന് ഗുണമായിട്ട് വന്നിട്ടുണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് നഗരമേഖല നോക്കൂ. നഗരമേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലത്തേക്ക് പോളിംഗ് പ്രതീക്ഷിച്ചിരുന്ന ആദ്യത്തെ 7-8 റൗണ്ട് വോട്ടുകൾ കഴിയുമ്പോഴേക്കും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിയാണ് BJP. അവിടെയുള്ളത് കൂടുതലും നഗരത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടുതലും BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു പ്രൊപ്പൻസിറ്റി ഉള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ അതുപോലും ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ ഫാക്ടർ തങ്ങൾക്കൊരു വർദ്ധിച്ച ഊർജ്ജമായി മാറും എന്നുള്ള ക്ലെയിമുകളും പരാജയപ്പെട്ടു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ BJP അനുഭാവ വോട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടണമായിരുന്നു. അത് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തന്നെയല്ല, അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലയിൽ നല്ല പ്രകടനം അവർ കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ BJP അനുഭാവ വോട്ടുകളിൽ സന്ദീപ് വാര്യർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന രീതിയിലത്തേക്ക് BJP പ്രതീക്ഷിച്ചതോ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അദ്ദേഹം കാരണമാകുമെന്ന് പറഞ്ഞതോ BJPക്ക് ഗുണപരമായിട്ട് വരാതിരുന്നപ്പോൾ നിശ്ചയമായിട്ടും അവിടെ സന്ദീപ് വാര്യർ ഫാക്ടർ എന്ന് പറയുന്നത് UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ് എന്ന നിലയ്ക്ക് അവർക്ക് പറയേണ്ടി വരുമായിരുന്നില്ല. പിന്നീടുണ്ടായിരുന്ന പല പ്രസ്താവനകൾ നോക്കൂ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ തന്നെ വലിയ ടോൾ ക്ലെയിംസ് ആണ് ഈ BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ്, വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ നാട്ടിലും നമ്മളിതാ ജയിക്കാൻ പോകുന്നു, ഇവിടെ UDF മൂന്നാമതേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവരെല്ലാവരും തന്നെ പറയുന്നത് എന്താണ്, എല്ലാ മുന്നണികളും എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സീറ്റുകൾ നിലനിർത്തി മറ്റൊന്നുമില്ല എന്നാണ്. എന്നിട്ട് ശ്രീ K. സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്ന ന്യായീകരണം പോലും പരിഹാസ്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. പതിവായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ നാട്ടിൽ ഒരു പാറ്റേൺ ഉണ്ട്. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള 1-2 തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് കൂടാറില്ല, BJPയുടെ വോട്ട് കുറയുകയാണ്. ഇതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം തന്നെയാണ് പാലക്കാടും നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കണ്ടേ, ചേലക്കരയിൽ എന്ത് പ്രതിഭാസമാണ് നടന്നത്? ശരിയാണ്, ചേലക്കരയിൽ വോട്ട് വിഹിതം കൂടുകയായിരുന്നു, അത് ഗണ്യമായി കൂടുകയും ചെയ്തു. 15-ൽ നിന്ന് 21% കൂടി. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ G. ഗോപകുമാർ, അതുപോലെ തന്നെ മറ്റൊരു രസകരമായ പ്രസ്താവന കേട്ടത് അത് LDFന്റെ ഭാഗത്തു നിന്നാണ്, CPMന്റെ ഭാഗത്ത് നിന്നാണ്. CPM ജില്ലാ സെക്രട്ടറിയും ഇക്കാര്യം പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥിയായ സരിനും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അവിടെ BJP അറിഞ്ഞുകൊണ്ട് വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തു എന്ന്. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുവാനേ തരമില്ലാത്ത ഒന്നാണല്ലോ. സരിന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ വലിയ വോട്ട് വർധന ഉണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണം
നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന വോട്ടുകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ അടിവരയിടുന്ന രീതിയിലാണ് ആ കണക്കുകൾ മനസ്സിലാവുന്നത്. BJP അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇത്തരം പ്രസ്താവനകൾ നിർത്തേണ്ട സമയമായില്ലേ? ഈ ഒരു ഫൈറ്റിൽ കോൺഗ്രസിനെ BJP വോട്ട് കൊടുത്ത് സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര കണ്ടത് വിശ്വാസത്തിൽ എടുക്കും കേൾക്കുന്നവർ എന്നെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ? വാസ്തവത്തിൽ ഇത് അടിസ്ഥാനപരമായ ഒരു അബദ്ധമാണ് പറഞ്ഞതെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന് അവർ പരിഗണിക്കുകയും പൊതുസമൂഹത്തിൽ അവർക്ക് സ്വാധീനം വർദ്ധിച്ചതായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കോൺഗ്രസിനെ സഹായിക്കേണ്ട കാര്യം BJPക്കില്ല. അത് എത്രയോ പഴയ കാലത്തൊക്കെ ചരിത്രം എന്തെങ്കിലുമൊക്കെ പറയാമെങ്കിൽ അതിനകത്തൊരു സാങ്കത്യമുണ്ട്. ഇപ്പോഴതിന് യാതൊരു റെലവൻസുമില്ല. ആ പറഞ്ഞതിനെ നമ്മൾ അതിൻ്റെതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക അല്ലാതെ അതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം കണ്ടെത്തുവാൻ LDFന് കഴിയുന്നില്ല എന്നല്ലേ? ഒരു കാരണം കണ്ടെത്തുവാൻ CPMന് കഴിയുന്നില്ല അല്ലെ? ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല പാലക്കാട്ട്. തീർച്ചയായിട്ടും കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എത്രത്തോളം അപകടം പിടിച്ച പ്രചരണ വേളയിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. പെട്ടി വിവാദം, പിന്നെ സുപ്രഭാതം പത്രത്തിൽ സിറാജിലും ഒക്കെ വന്ന പരസ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി പരസ്യമായും രഹസ്യമായും നടത്തിയ ആക്ഷേപങ്ങളും വർഗീയത ഉപയോഗിക്കാൻ ശ്രമിച്ചതുമെല്ലാം പ്രത്യേകിച്ച് ഒരു സമുദായത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലൊന്നും ഗുണം കിട്ടിയില്ല എന്ന് മാത്രമല്ല തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നൊരു ശകലം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവർ ചെയ്ത സ്ട്രാറ്റജിയുടെ ഫലമായിട്ട് ഒരു പക്ഷേ SDP-യോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് ആയിക്കൂടാന്നുണ്ടോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇടതിന് വോട്ട് ചെയ്ത് കൂടാന്നുണ്ടോ? അത് ആ നിലയ്ക്ക് കിട്ടിയ വോട്ടായിരിക്കില്ല ഇവർക്കൊരു 1000 വോട്ടിൻ്റെ ഒരു വർധനവ് വന്നത്. അതിൽ കവിഞ്ഞ് അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. സരിൻ പറഞ്ഞത് 50,000 വോട്ട് കിട്ടുമെന്നാണ്. ഇന്ന് രാവിലെയും പറഞ്ഞത് 50,000 വോട്ട് കിട്ടുമെന്നാണ്. നമ്മളാരും അത് പ്രതീക്ഷിച്ചില്ല. വാസ്തവത്തിൽ 30-നും 35-നും ഇടയ്ക്കാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ഞാൻ കണക്കാക്കിയിരുന്നത് 30-നും 35-നും ഇടയ്ക്കാണ് CPM. അതിനപ്പുറം ഒരു വോട്ട് നമ്മൾ പ്രതീക്ഷിച്ചു. ശരിക്കും നേട്ടമാണ് LDFനുണ്ടായത്. അതെ, അത് വന്ന സോഴ്സാണ് ഞാൻ ഈ അതെ, ആ ചെറിയ നേട്ടമാണ്. ആ ചെറിയ നേട്ടം കൊണ്ട് എന്ത് നേടി? അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂസ്ഡ് മൈനോറിറ്റി വോട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സെക്ഷൻ മാറി വോട്ട് ചെയ്ത് ആയിക്കൂടാ എന്നുണ്ടോ? ആ നിലയ്ക്ക് വന്നതാകാം ഈ 850 വോട്ടിൻ്റെ ഒരു വർധനം. അത് വർധനമായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഞാൻ BJPയുടെ വിഷമവൃത്തത്തിൽ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, മൂത്താൻ സമുദായത്തിൻ്റെ പിന്തുണ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അതിനകത്ത് സന്ദീപ് വാര്യറിന് ഒരു പങ്കുണ്ടാകാം. അതായിരിക്കാം നഗര കേന്ദ്രങ്ങളിൽ BJPക്ക് പിന്നോട്ടടിക്കാൻ കാരണം. എന്തായാലും 3 പഞ്ചായത്തുകളിൽ ഒരിടവും BJP 1-ാം സ്ഥാനത്തെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നഗരമേഖലയിൽ നിന്ന് 10,000-ലപ്പുറം വോട്ട് നേടുമെന്നും അതുകൊണ്ട് പഞ്ചായത്തിലെ കുറവ് പരിഹരിക്കുമെന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അങ്ങനെ ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നഗരപരിധിയിൽ തന്നെ തിരിച്ചടി ഉണ്ടായി. ഉദ്ദേശിച്ച ഓരോ റൗണ്ട് കഴിയും തോറും കഴിഞ്ഞ തവണയുള്ള മുമ്പുള്ള ഇലക്ഷനിൽ നടന്ന ഓരോ റൗണ്ടിലും നഗരമേഖലയിൽ BJPക്ക് നേടിയ നേട്ടം ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോഴേ മനസ്സിലായി വരുമല്ലോ. ഈ ശ്രീധരൻ മത്സരിച്ചത് കൊണ്ട് മാത്രം 50,000 വോട്ടുകൾ നേടി. അതിൽ 6,000-ലധികം വോട്ടുകൾ നഗരസഭയിൽ ലീഡ് കിട്ടി. അതായത് 34,000 വോട്ടുകൾ ഈ ശ്രീധരൻ നഗരസഭയിൽ നിന്ന് നേടിയ സ്ഥാനത്താണ് 28,000-ലേക്ക് കുറഞ്ഞിട്ടുള്ളത്. അതെ, അത് ഈ 6,000 വോട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്ക് കിട്ടിയ വോട്ടെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതല്ലാതെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, മൂത്തൻ സമുദായത്തിനകത്തൊരു തകർച്ചയുണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അത് ഗ്രൂപ്പ് വഴക്കാണോ, സന്ദീപ് വാര്യരുടെ പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ തിരിച്ചടി BJPക്ക് ഉണ്ടായി. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു സമുദായങ്ങളുടെ പിന്തുണ നേടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവമാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ എത്ര ഐഡിയോളജിക്കലാണെന്ന് പറഞ്ഞാലും അതിനകത്തൊരു കുഞ്ഞു മുന്നണി സ്വഭാവമുണ്ട്. പാലക്കാട്ട് വിജയിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയോടൊപ്പം ആ ദൃശ്യങ്ങളിലേക്ക് വരാം. അതിനുശേഷം താങ്കളിലേക്ക് വരാം.
പിന്നെ MLA-യുടെ ഓഫീസൊക്കെ തുടങ്ങാനുള്ളതായോ അതോ ഷാഫിയുടെ ഓഫീസിൽ തന്നെ? ഇല്ല, പുതിയ ഓഫീസായിരിക്കും. പുതിയ ഓഫീസ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിയടിക്കാനാണെന്നൊരു ഇത് കേട്ടോളാം. ഇല്ല, അങ്ങനല്ല. അതിനിപ്പം ഞാൻ വിചാരിച്ച പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കും. അമ്മയുടെ ഒരു ചോദ്യം, കഴിഞ്ഞ തവണ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴേ പാർട്ടി പ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നു അടുത്ത തവണ 2 ആളും കൂടി വരണം. ഇപ്പൊ 2 ആളല്ല, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ 5-6 പേരുണ്ട്. എന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 2 ആളല്ല. പിന്നത്തെ കാര്യമില്ല. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. സത്യപ്രതിജ്ഞ സ്പീക്കറാ ഡേറ്റ് തീരുമാനിക്കുന്നത്. ഫ്രിഡ്ജാണല്ലോ, അത് വിശ്വമാണല്ലോ. അതും തീരുമാനമായി. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നോ പ്രചാരണത്തിനിടയ്ക്ക്? ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഉപദേശം എന്താണ് ഈ സമയത്ത്? ഈ അവന് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ടെന്ന് ഉപദേശിക്കും. അത് പാലക്കാട്ട് ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ച് മറുപടി കൊടുക്കും. പാലക്കാടിന് വേണ്ടി ഇനി ആദ്യം ചെയ്യാൻ പോകുന്ന പ്രയോറിറ്റി എങ്ങനെയാണ്? എന്തായിരുന്നു? അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പുതുമോടിയായിട്ട് പരമാവധി ഇപ്പം എന്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാനേജ്മെന്റ്. അപ്പൊ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം ആവുമല്ലോ. ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു പക്ഷെ കുറെയൊക്കെ പഠിച്ചെന്ന് തോന്നല്ലേ? ഭയങ്കരമായിട്ട് ഇതൊക്കെ പേടാ. ഷാഫിക്ക് എന്താണ് പിൻഗാമിക്ക് നൽകാനുള്ള ഉപദേശം? എന്താണ്? MLA തെരഞ്ഞെടുപ്പ് ജയിച്ചല്ലോ, ഇനി എന്താണ് ഉപദേശം? ജനങ്ങളുടെ അംഗീകാരം കിട്ടിയില്ല. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അവ അത്രയും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, അത്രയും വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തനാണ് അയാൾ. അയാളെ നമ്മൾ ഉപദേശിച്ചിട്ട് അത് തിരിച്ചറിയിക്കേണ്ട കാര്യമില്ല. അയാൾ KSU കോളേജ് യൂണിറ്റ് മുതൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം അതാണ് പ്രധാനം എന്ന് അറിയാവുന്ന ആളാണ്. അത് അറിഞ്ഞ് പ്രവർത്തിക്കും. പാലക്കാടിന്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. ഞാനുണ്ടായതിനേക്കാൾ കൂടുതൽ അയാൾ പാലക്കാട് ഉണ്ടാവും. പാലക്കാടിന്റെ ശബ്ദമായിട്ട് നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാവും എന്ന ഉറച്ച പ്രതീക്ഷ. ഞാനിവിടുത്തെ ഒരു വോട്ടറും കൂടിയാണ്. അപ്പൊ അല്ലെ ചന്ദ്രേട്ടാ, ഞാനും ചന്ദ്രേട്ടനൊക്കെ ഇവിടുത്തെ വോട്ടറാണ്. ചന്ദ്രേട്ടൻ പിരായിരിയുടെ ചാർജ് എടുത്തിട്ട് വലിയ ലീഡ് കൊടുത്തിട്ട് അപ്പം പിന്നെ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി ആ പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം കാക്കുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷം ആഗ്രഹിച്ചതുകൊണ്ട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പിന്നെ നിങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ പലരും ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടു. അപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഞങ്ങളുടെ പ്രതികരണം മാത്രമാവുകയും ഞങ്ങൾക്കെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയുടെ പോയിന്റാക്കി മാറ്റി അതിൽ നിന്ന് പിന്നെ ഇംപ്രവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോജിക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിച്ച് പലതരത്തിലുള്ള ഇപ്പം ശീലമായി വടകരയിലൊക്കെ കണ്ടതായതുകൊണ്ടും പാലക്കാട് ശ്രീകണ്ഠന്റെ കാര്യത്തിൽ കണ്ടതായത് കുഴപ്പം. എന്നാലും അത്രയും ജനങ്ങളുടെ ഒരു പൾസും ആ ഒരു റെസ്പോൺസും പിന്നെ മനസ്സിലാക്കാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സത്യം തുറന്നു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മീഡിയകളും കൊടുത്ത സ്പേസ്, വാർത്തക്ക് കൊടുത്ത സ്പേസ് എത്രത്തോളം അതിന്റെ വെർത്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാള് പിണങ്ങി അല്ലെങ്കിൽ ഒരാളുടെ 2 കുറ്റം പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സ്പേസ് കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെ മാധ്യമങ്ങളും ഒന്ന് പഠിക്കണം. എന്നിട്ട് ആർക്കാണോ അത്തരം സ്പേസിന്റെ വെർത്തുള്ളത് അവർക്ക് കൊടുക്കണം.
എന്നുള്ളത് ഒന്ന് പിന്നെ പറയാം. പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഞങ്ങളോട് കാണിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ള വ്യക്തിയാധിക്ഷേപം അതിന് എക്സ്ട്രീമായിരുന്നു. ഞങ്ങൾ ആരും മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ഞാൻ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആരുടെയും സമനില തെറ്റുന്ന വ്യക്തിയാധിക്ഷേപത്തിൽ സമചിത്തതയോടുകൂടി അതിനെയെല്ലാം പാലക്കാട്ടെ വിജയ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനും PC വിശ്വനാഥിനും മറ്റ് നേതാക്കൾക്കും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു. അമ്മയും ഒപ്പമുണ്ടായിരുന്നു. അമ്മയ്ക്കൊപ്പം സന്തോഷം പങ്കിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. പാലക്കാട്ടെ വിജയം അത് UDFന്റെ തൊപ്പിയിൽ തിളക്കമാർന്ന ഒരു തൂവല ആയി മാറിയിരിക്കുകയാണ്. ഒപ്പം VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തീരുമാനം അത് ശരിയായി വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ വിമർശനത്തിന് പാത്രമാകുന്നതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പാലക്കാട് റിസൾട്ട് മറിച്ചായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഈ വിഷയം കൂടി ചർച്ചയാകും. ഒപ്പം 2026 കൂടി അതിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടി ആവുന്നുണ്ടോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം? ഈ ചർച്ചയും നടത്താം ഇടവേളയ്ക്ക് ശേഷം. എല്ലാ ഘട്ടങ്ങളിലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഡബിൾ എഡ്ജ് നൽകിയിരിക്കുകയാണ് UDFന്. അതേസമയം BJPക്ക് ട്രബിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാലക്കാട് നേടാമെന്നുള്ള പ്രതീക്ഷ നടന്നില്ല BJPക്ക്. ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും പാലക്കാട് നേടാൻ കഴിയാത്തത് BJPക്ക് ഒരു നഷ്ടം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടല്ലോ, മഹാരാഷ്ട്ര, അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അല്ലേ, മഹായുതി സഖ്യം BJP നേതൃത്വം നൽകിയ സഖ്യം നേടിയ ഒരു ദിവസം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം BJP ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയാണ്. അവിടെ പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി BJP ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യത്തിലേക്ക് അല്പസമയത്തിനകം വരാം. മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന് മഹാവിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇതും അതുപോലെ തന്നെ പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഈ പരാജയവും ഇതും കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് താങ്കൾക്ക് തുടങ്ങാം. കേരളത്തിൽ ശ്രീ മഞ്ജുഷ്, UDFന് ആഹ്ലാദ നിമിഷങ്ങൾ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും ശ്രീ ഷാഫി പറമ്പിലിനും എന്തിന് KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എല്ലാം അവരുടെ ഗ്രാഫ് ഉയർന്നതിലുള്ള ആഹ്ലാദം. അതേ ആഹ്ലാദം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പാർട്ടിക്കോ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കോ മഹാവികാസ് അഗാദിക്കോ ഇല്ല എന്നതാണ് വിധിവൈപരീത്യം. ഇവിടെ സാമാന്യം തിളക്കമാർന്ന വിജയം പാലക്കാട്ടും വയനാടും ഉണ്ടായപ്പോൾ മറുവശത്ത് ചേലക്കരയിൽ വിജയം സംഭവിച്ചില്ല എങ്കിലും പരാജയം അത് ഭീമമല്ല. 39,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ വലിയ മല, ആ ഒരു വോട്ട് മല മറികടന്ന് കേവലം 12,000 വോട്ടിലേക്ക് ഇടതുപക്ഷത്തിന് വിജയം ഒതുക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം UDFനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആഹ്ലാദത്തിന് വക നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ മഹാരാഷ്ട്ര, ഇവിടെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ഫലം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. കേവലം 4-5 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 288 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റുകൾ സംസ്ഥാന നിയമസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 288-ൽ 251 സീറ്റിലും മുന്നിട്ട് നിന്ന മഹാവികാസ് അഗാദി സഖ്യം കേവലം 55 സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ നാണംകെട്ട ഒരു തോൽവിയായി മാറുന്നു. ഇത് പ്രധാനമായും ഇത് അവിശ്വസനീയമായ ഒരു വിജയമല്ലേ? കാരണം ഇത്രയും വലിയ സ്ട്രൈക്ക് റേറ്റ് 235 എന്നൊക്കെ പറയുമ്പോൾ 80% സീറ്റുകളിൽ വിജയിക്കുന്നു. എല്ലാ പാർട്ടികളുടെയും ശ്രീ മഞ്ജുഷ്, എല്ലാ പാർട്ടികളുടെയും സ്ട്രൈക്ക് റേറ്റ് വളരെ ഹൈ ആണ്. BJP മത്സരിച്ച 149 സീറ്റിൽ 128 സീറ്റുകൾ വിജയിക്കുകയാണ്. 85% സ്ട്രൈക്ക് റേറ്റ്. ഉദ്ധവ് സേന തകർന്ന് തരിപ്പണമായപ്പോൾ ഷിൻഡേ സേനയുടെ സ്ട്രൈക്ക് റേറ്റും 85%-ഓളമാണ്. എന്തിന് വലിയ ഇമേജ് ഒന്നുമില്ലാത്ത അജിത് പവാറിൻ്റെ NCPക്ക് പോലും 40 സീറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നേടുന്നത്. ഇതിനുള്ള പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ഒന്നാം തരമായ സ്ക്വാഡ് വർക്ക്, അത് RSSൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന ഒരു പരാജയം അതൊരു ചൂണ്ടുപലകയായി എടുത്തുകൊണ്ട് ഗൃഹപാഠം ചെയ്ത് സ്ക്വാഡ് വർക്ക് നടത്തി മുന്നേറി. അതിന് ഉപോത്ബലകമായി ചെയ്ത കാര്യം
ഷിൻഡെ സർക്കാർ കൈക്കൊണ്ട ചില ജനപ്രിയ നടപടികളാണ്. ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ ഖജനാവിനെ പരമാവധി സ്ട്രെയിൻ ചെയ്യും. 5000 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഓരോ മാസവും ഖജനാവിനുണ്ടാകുന്നത്. ലാഡ്കി ബഹൻ പദ്ധതി അനുസരിച്ച് 1500 രൂപ ഓരോ സ്ത്രീയുടെയും 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ഓരോ സ്ത്രീയുടെയും 22.5 കോടി രൂപ. അത്രയും തുക സംസ്ഥാന ഖജനാവിൽ നിന്നും സ്ത്രീകൾക്ക് വേണ്ടി മാറുമ്പോൾ അവരുടെ വോട്ടും അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടിൻ്റെയും നല്ല പങ്ക് ലഭിച്ചുവെന്ന് കാണാം. ഇതൊരു രാഷ്ട്രീയ വിജയം എന്നതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് രാഷ്ട്രീയ വിജയം തീർച്ചയായും തുച്ഛീകരിച്ച് കാണാനാവില്ല. അതിനോടൊപ്പം തന്നെ ടൈംലി ആക്ഷൻ BJP സർക്കാർ എടുത്തു. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഒരു രീതിയിലും ഏശിയിട്ടില്ല. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 280, എൻ്റെ ഓർമ്മയിൽ 288 സീറ്റിൽ ഒരു മുന്നണിയും നാളിതുവരെ 200 എന്ന മാജിക് മാർക്ക്, എന്തിന് 180 എന്ന മാജിക് മാർക്ക് പോലും കടന്നിട്ടില്ല ഒരു മുന്നണിയും. അങ്ങനെയെങ്കിൽ ഇതൊരു മാജിക് തന്നെയാണ്. വരാനിരിക്കുന്ന സൂചനയാണോ അവർ ഈ പറഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഹരിയാനയായി, ഇപ്പോൾ മഹാരാഷ്ട്രയായി, ജമ്മു കാശ്മീർ നഷ്ടപ്പെട്ടു, ജാർഖണ്ഡിൽ നഷ്ടപ്പെട്ടു. അത് മറ്റൊരു നറേറ്റീവായിരുന്നു. അതൊരു ട്രൈബൽ മേഖലയിൽ വന്ന ഒരു സഹതാപ തരംഗം. ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റി ജയിലിലടച്ച ഒരു സഹതാപ തരംഗമുണ്ട്. അത് മാത്രമല്ല ട്രൈബൽ കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മുഖ്യധാര പാർട്ടികൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ ഒക്കുന്നതിനും ഉപരിയാണ്. അത് മാറ്റി ട്രൈബൽ മേഖല മാറ്റി നിർത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെയും BJPക്ക് ചെറിയ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ പൊതുവെ ഇന്ത്യ മാറി ചിന്തിക്കുന്നു. ഇനിയത്തെ ചോദ്യം കേരളം മാറി ചിന്തിച്ചോ എന്നതാണ്. ഇവിടെ 2 കക്ഷികൾ, 2 പേർ വളരെ നിർണായകമായ KPCC പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഹ്ലാദവാനാണ്. കാരണം മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചുവടുകൾ കുറച്ചുകൂടി ദൃഢമാവുകയാണ്. രമേശ് ചെന്നിത്തല വളരെ ഖിന്നനാണ്. കാരണം മഹാരാഷ്ട്രയുടെ ചുമതല കോൺഗ്രസ് പാർട്ടി കൊടുത്തിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അവിടെ മഹാവികാസ് അഗാധി 8 നിലയിൽ പൊട്ടിയപ്പോൾ ചെന്നിത്തലയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിന് താഴ്ച വന്നു. ഒരുപക്ഷെ ഇതെല്ലാം കണ്ട് ആഹ്ലാദിക്കുന്നത് അങ്ങ് ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ ചെന്നിത്തല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അവിടെ വിജയിപ്പിച്ചതാണ്. അതാരും കണ്ടില്ല. അപ്പോൾ അതിൽ ചക്ക വീണ് ഒരു ചത്തതാണോ എന്നൊരു ചോദ്യം വരും. ഇവിടെ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJPക്കൊക്കെ മേൽക്കൈ ഉണ്ടാകേണ്ടത്. അവിടെ മോദി പ്രഭാവം ഏൽക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രീ മഞ്ജുഷ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോദി പ്രഭാവം വേണ്ട രീതിയിൽ ഇല്ലാതിരുന്നിട്ട് പോലും മോദി പ്രഭാവം ഇല്ലാതെ ഒരു സംസ്ഥാനം വിജയിച്ചു വരാം. മോദി കാടിളക്കിയ പ്രചരണമൊന്നും നടത്തിയില്ല. അതുകൊണ്ട് മോദിക്ക് ശേഷവും BJPക്ക് ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിന് ഉയർച്ചയുണ്ടാകും എന്നതിൻ്റെ ഏർലി സൂചനയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നേടിയ തിളക്കമാർന്ന BJP വിജയങ്ങൾ. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി എങ്ങനെ എന്നതിനെക്കുറിച്ച് ഏതാണ്ടൊരു ദിശാബോധം വരുന്നു. കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് ആശിക്കാം ഒരു ഞെട്ടലുണ്ടാകുമായിരുന്നു. ചേലക്കരയിലെ ഫലമെങ്ങാനും തിരിഞ്ഞിരുന്നു എങ്കിൽ, ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും രമ്യ ഹരിദാസ് ജയിച്ചിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഇപ്പൊ പറഞ്ഞു നിൽക്കാൻ വിജയമുണ്ട്. 12,000 വികാരമൊന്നും ഇവിടെ ഇല്ല എന്ന് LDFന് പറയാം. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ പാലക്കാട് ജില്ലാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. സരിനും അക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. ഇത് CPMന്റെ ഔദ്യോഗിക നിലപാടാണല്ലോ. കോൺഗ്രസിനായി BJP വോട്ട് വിറ്റു എന്ന്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരു അമച്വറായിട്ടുള്ള പ്രതികരണം എന്ന് മാത്രമല്ലേ അതിനെ പറയാൻ പറ്റുകയുള്ളൂ. ഈ രീതിയിലാണോ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുന്നത്, ആദ്യ വിലയിരുത്തൽ നടത്തുന്നത്? മഞ്ജുഷ, അതില് ഒരു വസ്തുത ഉണ്ട് എന്ന് കൂടി നമുക്ക് കണക്കാക്കേണ്ടി വരും. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ജയിക്കാൻ കഴിയുന്ന 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു പാലക്കാട്. പക്ഷെ BJPയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം, അതിനുള്ളിലുള്ള പ്രശ്നങ്ങളുടെ രൂക്ഷത മൂലം അവിടെ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ചില സാമുദായിക സംഘടനകൾ വഴി കോൺഗ്രസിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ BJPക്ക് ലഭിക്കേണ്ട പിന്തുണ ലഭിക്കാതെ വരികയും അത് രാഹുലിനൊപ്പം വരികയും ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ. അതെങ്ങനെയാണ് BJP, അത് സരിൻ പറയുന്നത് സ്വമനസാലെ BJP ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകാൻ കാരണം തന്നെ കോൺഗ്രസ് ആണ്. ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് അയച്ചതാണ് കാരണം. അത് BJPയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് നിങ്ങളാണ് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഈ പ്രചാരണ സമയത്ത് മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് നേരെ മറുകണ്ഠം ചാടിക്കൊണ്ട് നിങ്ങൾ പറയുകയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുവാനായിട്ട് BJP വോട്ട് കച്ചവടം നടത്തിയെന്ന്. അതാണ് മനസ്സിലാകാത്തത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ വരരുത്. അങ്ങനെയല്ല. അതില് യഥാർത്ഥത്തിൽ പാലക്കാട് BJPക്ക് കൊടുക്കുക എന്നുള്ളതിന് അപ്പുറം
മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ലഭിക്കേണ്ടിയിരിക്കുന്ന പിന്തുണ കോൺഗ്രസ് BJPക്ക് നൽകും എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. അല്ലല്ല, അങ്ങനെയല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് പാലക്കാട് സീറ്റ്, അതായത് അന്നേ പറഞ്ഞിരുന്നുവല്ലോ, കോൺഗ്രസ് നിസാര വോട്ടുകൾക്ക് ജയിച്ച ഒരു മണ്ഡലം, BJPക്ക് ഒന്നാമതെത്താൻ സാധ്യതയുള്ള ഒരു മണ്ഡലം, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി BJPയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുവാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം ഇതായിരുന്നുവല്ലോ തുറന്നു കാട്ടുവാൻ LDF ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് മറിച്ചാണെന്ന്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അമച്വർ ആയ രീതിയിലേക്ക് കാര്യങ്ങൾ എന്തിനെ കൊണ്ടുപോകുന്നു? മഞ്ജുഷ, അതിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷം അത്തരം ഒരു വീക്ഷണകോണിലൂടെയാണ് കാര്യത്തെ കണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും BJP പ്രതിസന്ധിയിലാവുകയും സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി BJP ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയും ചെയ്തു. അതിന്റെ ഗുണഭോക്താവായത് കോൺഗ്രസ് ആണ്, UDF ആണ്. അത് നേരിട്ടുള്ള ഒരു സഖ്യ തരത്തിലേക്ക് BJPയുടെ ചില ഫ്രാക്ഷനുകൾ രാഹുലിന് അനുകൂലമായി ചിന്തിച്ചു, രാഹുലിന് അനുകൂലമായി വോട്ടെത്തിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ എടുത്തു പറയുന്നത് മൂത്തേത്ത് സമുദായം. അത് സന്ദീപ് വാര്യറിന്റെ അടക്കം പോക്ക് ഒരുപക്ഷെ മൂത്തേത്ത് സമുദായത്തിലെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അത് UDFന് അനുകൂലമാക്കാൻ സാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ RSS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 3-4 ദിവസമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാളിതുവരെ നടത്താതിരുന്ന ഒരു പ്രവർത്തന ശൈലിയിൽ RSS പാലക്കാട് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ആ പ്രവർത്തന ശൈലിക്ക് കുറച്ച് സമയം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതൊന്ന് തടയിടുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അവിടെ സംഭവിച്ചത് കോൺഗ്രസിന് ലഭിക്കുന്ന തരത്തിലേക്ക് BJPയുടെ പരമ്പരാഗത വോട്ടുകൾ തയ്യാറായി BJPയുടെ വോട്ടുകൾ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തി. അത് ഒരുപക്ഷെ BJPയുടെ ആഭ്യന്തര കലാപങ്ങൾ മൂലമാണ്. അല്ലാതെ അതുകൊണ്ടാണ് ഇടതുപക്ഷം അക്കാര്യത്തെ. പക്ഷേ ഇടതുപക്ഷം ആ രീതിയിലല്ല അതിനെ വിലയിരുത്തുന്നത്. ശ്രീ പണിക്കർ, ഇടതുപക്ഷത്തിന്റെ ഈ താത്വികമായ വിലയിരുത്തൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആദ്യ വിലയിരുത്തൽ, അതിൽ താങ്കൾക്ക് അതിനകത്ത് അത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും. നോക്കൂ, ഇവിടെ ആദ്യമുണ്ടായിരുന്ന പ്രചരണം തന്നെ എന്തുകൊണ്ട് ഷാഫി എവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. കാരണം വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ BJP പരാജയപ്പെട്ട സീറ്റുകളിലൊന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് BJPക്ക് എത്രത്തോളം നിർണായകമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDFും BJPയും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിനെ വടകരയിലേക്ക് കൊണ്ടുപോകുന്നത്. പകരം ഈ സീറ്റ് അതിൻ്റെ ഒരു റിവാർഡ് എന്ന നിലയ്ക്ക് BJPക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന നിലയ്ക്കുള്ള പ്രചരണമാണ് LDF കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വ്യക്തമായ മാർജിനിൽ അവിടെ BJP ജയിക്കേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പാലക്കാടിൻ്റെ സമീപകാല ചരിത്രത്തിൽ, അവരുടെ എല്ലാ കാലത്തെയും ചരിത്രത്തിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും സമീപകാല ചരിത്രത്തിലുള്ള ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ 44% നേടിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, പാർട്ടി ചിഹ്നമില്ല, എങ്കിൽ പോലും ഏതാണ്ട് 1.5%-ലധികം വോട്ട് വർധന അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പാളിപ്പോയില്ല എന്ന് മാത്രമേ പറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം കുറച്ച് വോട്ട് അവിടെ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്, അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട LDF ആരോപണം എന്ന് പറയുന്നത് തന്നെ BJPയും UDFും തമ്മിലുള്ള ഒരു ധാരണ എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് കക്ഷികൾ തമ്മിൽ ഈ നിലയ്ക്കുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നത് എന്ന്. പ്രത്യേകിച്ച് 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള UDF എന്തുകൊണ്ടാണ് അവർക്ക് സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർ ജയിച്ചിരിക്കുന്ന വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു മണ്ഡലത്തിനെ എന്തുകൊണ്ടൊരു വെള്ളിത്താഴത്തിൽ വെച്ച് അത് BJPക്ക് കൊടുക്കണം എന്നതിനെപ്പറ്റി രാഷ്ട്രീയമായി വിശദീകരിക്കുന്നതിന് വേണ്ടി പോലും CPMന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേവലം അവർ ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തി എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് മറ്റൊന്നുമില്ല. കാരണം ഷാഫി പറമ്പിലിന് അവിടെ കിട്ടിയിട്ടില്ലാത്ത ഭൂരിപക്ഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. കഴിഞ്ഞ തവണ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയിരുന്ന വോട്ടുകളെ പോലും അവിടെ സമാഹരിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ BJPക്ക് സാധിച്ചില്ല. അവർക്ക് മുനിസിപ്പൽ ഭരണമുണ്ട്, എന്നിട്ട് ആ മേഖലകളിൽ പോലും അവർക്ക് അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു പ്രകടനത്തിനെ അവരൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള, കൂടുതൽ സാധ്യതകളുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തുന്നതിന് BJPക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഫാക്ടറുകളെല്ലാം തന്നെ BJPക്ക് പ്രതികൂലമായിട്ട് ഫലിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അവസാന ചില ദിവസങ്ങളിലൊക്കെ തന്നെ RSSന്റെ ഒരു സംഘടനാ സംവിധാനം
അവരുടെ വോട്ടുകളെ പരമാവധി സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുന്നണിയും ഓരോരുത്തരും അവരവരുടെ വോട്ട് മാക്സിമം അവിടെ പോൾ ചെയ്യണം എന്ന രീതിയിലത്തേക്ക് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിഷ്പക്ഷമതി എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം ശ്രീധരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ LDF നിന്ന് വോട്ട് പോയിരിക്കാം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ അത് തിരിച്ചുപിടിക്കുകയാണ് എങ്കിലും എന്താണെങ്കിലും ഒരു 1.6% വർധന അവിടെ CPM ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും അവരവരുടെ വോട്ടുകൾ അവരവരുടെ പെട്ടിയിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു അംഗത്തിൽ ശ്രീ ഷാഫി പറമ്പിലാണെങ്കിലും നമ്മൾ ഈ പരസ്യമായി മാധ്യമങ്ങൾ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭിന്നത അവിടെ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ശ്രീ VK ശ്രീകണ്ഠനും അതേപോലെ തന്നെ UDFന്റെ നേതൃത്വവും മൊത്തത്തിൽ ശ്രമിച്ചു. പിന്നെ മറ്റേ പാർട്ടികളൊക്കെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ശ്രമിച്ചിരുന്ന ഈ സന്ദീപ് വാര്യർ വിഷയം പോലും അവസാന ഘട്ടത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് UDFന് സാധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ LDF പാനിക്ഡായി പോയതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപത്തെ ദിവസം അവരൊരു പരസ്യം തട്ടിക്കൂട്ടി അതൊക്കെ തന്നെ കാണിക്കുന്നതിന് വേണ്ടി അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, തിരിച്ചടിയായി വന്നിട്ടുമുണ്ട്. പക്ഷേ ഡോക്ടർ G ഗോപകുമാർ, മുൻപുള്ളതുപോലെ ഈ മതേതര വോട്ടുകൾ എന്ന് പറയപ്പെടുന്ന വോട്ടുകൾ അത് ഒരു പക്ഷത്തേക്ക് തിരിയുന്നു. അവിടെ ഇപ്പോൾ BJPയും UDFുമാണ് പാലക്കാട് മത്സരം നടക്കുന്നത് എന്നതിനാൽ LDFന്റെ വോട്ടുകൾ അവസാന നിമിഷം UDFന് മറിച്ചു കൊടുക്കുന്നു. അത്ര രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് എന്തായാലും ഇത്തവണ ചർച്ചയാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വേണമെങ്കിൽ ചർച്ചയാക്കാം എന്നതല്ലാതെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ലല്ലോ. സ്വമേധയാ വോട്ട് ചെയ്യുന്നതിനെ അല്ല ഞാൻ പറയുന്നത്, ആലോചിച്ചുറച്ചുള്ള പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം അതിലേക്ക് എന്തായാലും വന്നിട്ടില്ലല്ലോ ഇത്തവണ. എന്നിട്ടും സാധാരണ BJPയുടെ പരാതി അതാണല്ലോ, ഈ ക്രോസ് വോട്ടിംഗ് വരുന്നത് കൊണ്ട് ഞങ്ങൾ തോറ്റു പോകുന്നുവെന്ന്. ഇത്തവണ അതും ഉണ്ടായില്ല, എന്നിട്ടും BJP പാലക്കാട് തോറ്റു. അതെ, ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ അത് ഉണ്ടായി എന്നുള്ളത് പിന്നീട് CPM സമ്മതിച്ച കാര്യമാണ്. ഇത്തവണ CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ടില്ല, അത് ആത്മഹത്യാപരമാണ്. അതേപോലെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നത് പോലും ചിന്തിക്കുന്നത് പോലും BJPക്കാർക്കും ആത്മഹത്യാപരമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ക്രോസ് വോട്ടിംഗ് ഇല്ല, അവരോരോ വോട്ടുകൾ പരമാവധി മൊബിലൈസ് ചെയ്യുക, അതിന് വേണ്ട മാനിപ്പുലേഷനൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചത്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ വിവാദ വിഷയങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മൂത്താൻ സമുദായത്തിൽ നിന്നുള്ള പിളർപ്പ് സന്ദീപ് വാര്യരുടെ എക്സിറ്റോടുകൂടി അതൊന്നുകൂടി ഒന്ന് രൂക്ഷമായി. അതിൻ്റെ ഫലം BJPക്ക് മുനിസിപ്പാലിറ്റിയിലെ നഗരാതിർത്തിയിൽ നന്നായിട്ട് കിട്ടിയെന്നാണ്. അതാണ് അവരെ ഏറ്റവും കുഴപ്പിച്ചത്. അപ്പോൾ വോട്ട് ട്രാൻസ്ഫറിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, മറിച്ച് അവരവരെ ചാൻസിൽ ജയിക്കാൻ എത്ര ശ്രമിക്കുമെന്നോ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുമെന്നോ. അങ്ങനെ ശ്രമിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് BJP കോൺഗ്രസിന് കൊടുക്കുന്നത്? കോൺഗ്രസ് തിരിച്ചു കൊടുക്കുമോ? ഇതൊക്കെ വെറുതെ പറയുന്നത്, നമുക്കൊരു യുക്തിഭദ്രമായ ഒരു ആർഗ്യുമെൻ്റായിട്ട് അതിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ നിന്നുള്ള വോട്ട്, പ്രതിഷേധ വോട്ടുകൾ പണ്ട് BJP വന്നിട്ടുണ്ട്. BJPയിൽ നിന്നുള്ള പ്രതിഷേധ വോട്ടുകൾ ചിലപ്പോൾ കോൺഗ്രസ്സിൽ പോകും എന്നല്ലാതെ ഒരു വോട്ട് ട്രാൻസ്ഫർ എന്നുള്ള നിലയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ നഗരമേഖലയിൽ BJPക്ക് ഇനി ഇരുത്തി ചിന്തിക്കണം, എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടു പോയ നഗരമേഖലയിലെ സ്വാധീനം തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. ഉണ്ടല്ലോ, പാലക്കാട് നഗരസഭയുടെ ഭരണം BJPക്കാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആന്റി ഇൻകംബൻസി കൂടെ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, അത് അങ്ങനെയും നമുക്ക് ആലോചിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അത് കാരണം ഈ ആക്ഷേപം തെരഞ്ഞെടുപ്പ് രംഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ടായിരുന്നു. സർക്കാരിനെതിരെ BJPയും കോൺഗ്രസും പറയുന്നുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ MLA എന്നുള്ള നിലയിൽ ഒന്നും ചെയ്തില്ല എന്ന് മറുവശത്ത് ഇടതുപക്ഷവും പറയുന്നുണ്ടായിരുന്നു, BJPയും പറയുന്നുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മറ്റു രണ്ടുപേരും. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധ ആരോപണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നഗരമേഖലയിലുള്ള സംഭാവനകൾ ഇഫക്റ്റീവ് അല്ല എന്നുള്ള ആർഗ്യുമെൻറ്റിന് കുറച്ച് ബലമുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ മൂത്താൻ സമുദായത്തിൻ്റെ പിന്തുണയില്ല, ഇല്ലെങ്കിൽ തകർന്നു പോയി, ഇല്ലെങ്കിൽ അത് സ്പ്ലിറ്റായി. BJPക്ക് പാലക്കാട് നല്ല എവിടെയാണെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രബല മുന്നണിയുടെയോ സമുദായത്തിൻ്റെയോ പിന്തുണ വേണം. ഇനി അത് ആ നിലയ്ക്ക് കിട്ടാവുന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ സമുദായങ്ങളും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ റാങ്ക്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ BJP ഇനി എവിടെയാണ് കൂടുതൽ നോക്കുന്നത്? SNDP ഫാക്ഷനെയാണോ? എങ്ങനെയാണ് BJP അതിൻ്റെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയുള്ളൊരു മുന്നണിയുടെ ഒരു പാർട്ടി BJPയുടെ മുന്നണിയിലേക്ക് വരാൻ തയ്യാറുണ്ടോ? അങ്ങനെ വരാൻ തയ്യാറില്ലെങ്കിൽ എങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിക്കുന്നത്? അപ്പോൾ ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം
ഈ തെരഞ്ഞെടുപ്പ് ഒരു നല്ലൊരു പാഠമാണ് കൊടുത്തിരിക്കുന്നത്. മുന്നോട്ടുള്ള പോക്ക് അത് എത്ര വലുതാകണമെങ്കിലും അതിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാലേ പറ്റൂ. ശരിയാണ് ഡോക്ടർ ജി ഗോപകുമാർ. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ഇങ്ങനെയുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാകുന്നു. അതിനുള്ള ഒരു ഉദാഹരണമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ കേരളത്തിൽ BJP വിജയത്തോടടുത്ത ഒരു സമയത്ത് അവർക്ക് പാലക്കാട് നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത് ആഴത്തിൽ പഠിക്കേണ്ടതാണ് പാർട്ടി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. എല്ലാ ഘട്ടങ്ങളും